ഏറ്റവും പുതിയ അപ്ഡേഷൻ, അറസ്റ്റ് ഭയന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി എന്ന സംശയം ബലപ്പെടുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഒളിവിൽ ഇരുന്നു കൊണ്ടാണ് 4 വരി കുറിച്ച് താൻ നിരപരാധിയെന്ന് അറിയിച്ചത്. ഇപ്പോൾ ഓഫീസിൽ ആളില്ല എന്ന് മനസ്സിലാക്കുന്നു. രാഹുലുമായി ബന്ധപ്പെട്ട ആരെയും കാണുവാനില്ല, ആരുമായും ബന്ധപ്പെടാനും കഴിയുന്നില്ല എന്ന അപ്ഡേഷൻ വരികയാണ്. അപ്പോൾ രാഹുൽ എവിടേക്കാണ് പോയത്? അറസ്റ്റ് ഭയന്നിനി അടുത്ത നീക്കം എന്താണ്? നിയമപരമായിട്ടുള്ള ഏതെങ്കിലും സാധ്യതകൾ തേടുന്നുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ, സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ സജീവമായിരുന്നല്ലോ. ഈ നടപടിക്ക് ശേഷം പരാതി സ്വീകരിച്ച് നടപടിയിലേക്ക് കടക്കുമ്പോൾ രാഹുൽ എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? അതായത് നിലവിൽ ഇപ്പോൾ രാഹുൽ എവിടെയാണെന്ന് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സൂചനയുമില്ല. രാഹുലിനെ പല കുറി ഫോണിൽ വിളിച്ചു, ആദ്യം ഒന്നും എടുത്തില്ല. പിന്നീട് കുറച്ച് സമയം മുൻപ്, ഏകദേശം ഒരു അരമണിക്കൂർ മുൻപ് വീണ്ടും വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് കണ്ടത്. രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. PAയുടെ നമ്പറിൽ നമ്മൾ ബന്ധപ്പെട്ടു നോക്കി. ആദ്യം അത് റിങ് ചെയ്തെങ്കിലും എടുത്തിരുന്നില്ല. ഇപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയി നിൽക്കുകയാണ്. അപ്പോൾ രാഹുൽ എവിടെയാണ്? രാഹുൽ ഇനി നിയമപരമായി നേരിടാൻ വേണ്ടി മാറി നിൽക്കുകയാണോ, മുങ്ങിയതാണോ തുടങ്ങിയ സംശയങ്ങൾ പലതും ബലപ്പെടുകയാണ്. ഏതായാലും ഒരു 4 വരി ഫേസ്ബുക്ക് പോസ്റ്റിനപ്പുറത്തേക്കുള്ള ഒരു പ്രതികരണം ഒന്നും രാഹുലിന്റെ ലഭ്യമായിട്ടില്ല. രാഹുൽ കഴിഞ്ഞ ദിവസമൊക്കെ ഇത് സംബന്ധിച്ച് നിയമപരമായി നേരിടുമോ, പരാതി കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ നോക്കും, അപ്പോൾ എന്റെ നിരപരാധിത്വം തെളിയിക്കും, അത് പറയും എന്നൊക്കെയാണ് രാഹുൽ പറഞ്ഞിരുന്നത്. പക്ഷേ രാഹുലിനോട് ഈ പരാതി വന്നതിന് ശേഷം നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ കഴിയുന്നേയില്ല. രാഹുലിനോട് പ്രതികരണം ചോദിക്കുമ്പോൾ അത് കിട്ടുന്നില്ല, ലഭ്യമാകുന്നില്ല. രാഹുലിന്റെ ഫോൺ ഇപ്പോൾ നിലവിൽ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. MLA ഓഫീസ് ഒരുപക്ഷെ 6 മണിക്ക് ശേഷം സ്വാഭാവികമായി അടച്ചതാകാം. ഏതായാലും നിലവിൽ അവിടെ ആളുകളും ആരുമൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായി ഇവിടേക്ക് പ്രതിഷേധങ്ങൾക്കുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. DYFIയുടെയും അതോടൊപ്പം രാഹുലിനെ അങ്ങനെ ചേർത്ത് പിടിച്ച അവിടുത്തെ MP അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ ആരുടെയെങ്കിലും ലഭ്യമാണോ? പിന്നീട് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭവന സന്ദർശനത്തിൽ രാഹുൽ എത്തുമ്പോൾ വല്ലാത്തൊരു വീര്യം, വർദ്ധിത വീര്യം അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥികളിലേക്ക് തന്നെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമാണോ? ഇവർ സ്വാഭാവികമായും അല്പസമയത്തിനുള്ളിൽ പ്രതികരിക്കാം, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ഏതായാലും ആരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. നമുക്ക് അവരെ നേരിട്ട് കണ്ട് തേടാനുള്ള ഒരു സമയവും കിട്ടിയിട്ടില്ല. സ്വാഭാവികമായും നമ്മൾ രാഹുലിനെ അന്വേഷിക്കുമ്പോൾ രാഹുൽ എവിടെയാണെന്ന് അറിയില്ല. കൂടുതൽ മറ്റ് നേതാക്കളിലേക്കൊക്കെ പോകുമ്പോൾ അവർ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കും എന്നുള്ളതാണ് അറിയുന്നത്. നിലവിൽ ഇപ്പോൾ ഏതായാലും മറ്റ് നേതാക്കളൊന്നും തന്നെ പാലക്കാട് ജില്ലയിലുള്ളവർ പ്രതികരിച്ചിട്ടില്ല. നിലവിൽ രാഹുൽ എവിടെയാണെന്നുള്ള ചോദ്യത്തിനും ഉത്തരമില്ല. പല കുറി വിളിക്കുമ്പോഴും ലഭ്യമല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പാലക്കാട് ജില്ലയിൽ ഉണ്ട് എന്നുള്ളൊരു സംശയം മാത്രമാണ് നമുക്കുള്ളത്. അതായത് കണ്ണാടിയിൽ, ഈ ആരോപണം വരുന്നതിന് തൊട്ട് മുൻപ് രാഹുൽ കണ്ണാടിയിൽ ഉണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അതനുസരിച്ച് ആ കണ്ണാടിയിലേക്ക് നമ്മൾ പോയിരുന്നു. പക്ഷെ അവിടേക്ക് എത്തിയപ്പോഴേക്കും പിന്നീട് രാഹുലിനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതി വന്നു. രാഹുൽ അവിടെ കണ്ണാടിയിൽ എവിടെയാണെന്ന് അറിയാൻ കഴിയാത്ത സ്ഥിതി വന്നു. പല സ്ഥലങ്ങളിൽ പോയി നോക്കിയെങ്കിലും അവിടെ ഒന്നും രാഹുലിനെ കണ്ടില്ല. അതിനുശേഷം നമ്മൾ തിരിച്ച് MLA ഓഫീസിന് അവിടേക്ക് എത്തി. അപ്പോഴേക്കും ഈ ഓഫീസ് പൂട്ടിയ നിലയിലുമായിരുന്നു. ഇപ്പോൾ രാഹുലിനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയ സ്ഥിതിയാണ്. ഗൂഗിൾ VS ആണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയോ, അറസ്റ്റ് ഭയന്നുകൊണ്ട് അടുത്ത നീക്കത്തിലേക്ക് പോയിരിക്കാമോ? ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഓഫീസ് പൂട്ടിയ നിലയിലാണ്. രാഹുലുമായി ബന്ധപ്പെട്ട ആളുകളെ ഇപ്പോൾ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഏറ്റവും അടുപ്പക്കാരെയൊക്കെ തന്നെ PA ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെടുമ്പോൾ പ്രതികരണങ്ങൾ ഒന്നുമില്ല. അപ്പോൾ എവിടേക്കാണ് പോയത് എന്നാണ് ഇനി അറിയേണ്ടത്.